അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അന്ന് രാത്രി എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്തു വെച്ച് സുറുമി സീജയെയും ഷീനുവിനെയുമൊക്കെ പോയി വിളിച്ചില്ലെങ്കിലും ആരും ഭക്ഷണം കഴിക്കാൻ വന്നില്ല. ഇപ്പോൾ തൃപ്തിയായി കാണുമല്ലോ അല്ലേ? എനിക്ക് എല്ലാം ഈ ആഗ്രഹിച്ചതുപോലെ നടന്നില്ലേ? ഇനി എല്ലാം നീയും നിൻ്റെ ഭർത്താവും ഒറ്റയ്ക്കങ്ങ് തിന്നോ, ഞങ്ങളെ വിളിക്കണ്ട. സീനുവിൻ്റെ അലർച്ചയിൽ സുറുമി ഒരു ചുവട് പിന്നിലേക്ക് വെച്ചു. വാടിയ മുഖത്തോടെ വരുന്ന സുറുമിയെ കണ്ട് മാഹിർ കാര്യം മോഹിച്ചു. സുറുമി അവരെ വിളിക്കാൻ പോയപ്പോഴേ അവൻ വേണ്ടെന്ന് പറഞ്ഞ് വിലക്കിയതാണ്. എന്നിട്ടും അവരെ വിളിക്കാതെ സുറുമിക്ക് സമാധാനമില്ല. എന്തേ, എല്ലാവരും പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു കാണൂല്ലേ? അവർക്കൊന്നും വേണ്ടാന്ന്. സുറുമിയുടെ ശബ്ദം പതിഞ്ഞു പോയി. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ ഇരിക്ക്, ഞാൻ വിളമ്പിത്തരാം. മാഹിർ അവളുടെ കൈ പിടിച്ച് അടുത്തേക്കിരുത്തി. അവൻ തന്നെയാണ് അവൾക്ക് വിളമ്പി കൊടുത്തത്. ഉരുട്ടിയെടുത്ത ആദ്യത്തെ ഉരുള മാഹിർ സുറുമിയുടെ നേരെ നീട്ടി. വാ തുറന്ന് കഴിക്കുമ്പോൾ സുറുമിയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. അവർക്കൊക്കെ തിന്നിട്ടേ എല്ലിനടിയിൽ കയറിയതിൻ്റെ കേടാ, അതങ്ങ് മാറുമ്പോൾ അവർ വന്നങ്ങ് കഴിച്ചോളും. അല്ലാതെ നീ അവരെ ഊട്ടാനും ഉറക്കാനൊന്നും പോവണ്ട കേട്ടോ. എൻ്റെ ഭാര്യ ഇനി എന്നെ മോളെ മാത്രം നോക്കിയാൽ മതി, കേട്ടല്ലോ? അവസാന വാചകം പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ കുസൃതി ഇടം പിടിച്ചിരുന്നു. ലബീബ റൂമിലേക്ക് കയറി വരുമ്പോൾ സക്കീർ ഫോണിൽ കാമുകിയോട് ചാറ്റിക്കൊണ്ടിരിപ്പായിരുന്നു. കാമുകിയോട് മിണ്ടി മിണ്ടി സുഖം പിടിച്ച് വരുന്നതിനിടയ്ക്ക് ലബീബ കയറി വന്നതും സക്കീറിൻ്റെ മുഖം ഇരുണ്ടു. അവൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു പോയത് നിമിഷനേരം കൊണ്ടാണ്. വരുന്നുണ്ട് ശവം, അവൻ പിറുപിറുത്തു. അതേ, ഇന്ന് ഈ വീട്ടിൽ നടന്ന വല്ലതും നിങ്ങൾ അറിഞ്ഞോ? ലബീബ രഹസ്യം പറയാനെന്ന പോലെ അവൻ്റെ അടുത്തേക്ക് നിന്നു. നീ ഒന്ന് വിട്ടിരുന്നേ, ഒട്ടി ഇങ്ങ് വന്നോളും, വിയർപ്പ് നാടിയിട്ട് പാടില്ല. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും ലബീബ കുറച്ച് നീങ്ങിയിരുന്നു. ഇന്നിവിടെ നടന്നത് വല്ലതും നിങ്ങൾ അറിഞ്ഞായിരുന്നോ എന്ന്? ഫോണിലേക്ക് കണ്ണു പതിപ്പിച്ച് അവൻ അലസമായി ഒന്ന് മൂളി. ആരാ നിങ്ങളോട് പറഞ്ഞത്? ലബീബ അമ്പലപ്പോടെ ചോദിച്ചു. എന്ത്? നീ എന്താ പറയണേ? മനുഷ്യന് വന്നാൽ തുടങ്ങും സ്വൈര്യം തരാതെ. പകൽ അന്ത്യോളം പണിയെടുത്ത് രാത്രി പുരക്കകത്തേക്ക് കയറിയാൽ തുടങ്ങും ഓളുടെ പരാതി. എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞ തുലക്ക് ലബീബ. സക്കീർ വെറുപ്പോടെ പറഞ്ഞതും ലബീബയുടെ കവിളിൽ വീർത്തുണ്ട്. എന്നാൽ ഞാനൊന്നും പറയുന്നില്ല. എന്നാ നീ പറയണ്ട, അത്രയ്ക്കും സമാധാനം, സക്കീർ പരിഹാസച്ചുവയോട് പറഞ്ഞു. ലബീബാക്ക് അവനോട് പിണങ്ങി നിൽക്കാനൊന്നും വയ്യ. പിന്നെ വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് അവനോട് പറയാതെ പറ്റൂലല്ലോ. സീജയും സീനവും മാഹിറിനോട് അവരുടെ ഷെയർ ചോദിച്ചു. ലബീബ് പറയുന്നത് കേട്ട് സക്കീർ നെറ്റിലൂടെ ഫോണിൽ നിന്ന് മുഖമുയർത്തി ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഈ എന്താ പറഞ്ഞത്? താൻ കേട്ടത് മാറിപ്പോയതാണോ എന്നറിയാൻ വേണ്ടി സക്കീർ വീണ്ടും ചോദിച്ചു. നിങ്ങളിങ്ങനെ ഫോണിൽ തോണ്ടിയിരുന്നോ? ഇവിടെ ഇന്ന് എന്തൊക്കെ പുകിലുണ്ടായെന്ന് നിങ്ങൾക്കറിയോ? അതെങ്ങനെ? എന്തെങ്കിലും ഒരു കാര്യം പറയാമെന്നാൽ എന്നെ ചാടിക്കെടുക്കാൻ വരികയല്ലേ? പെങ്ങന്മാർ ഷെയർ ചോദിച്ചപ്പോഴേ നിങ്ങളെ പുന്നാര അനിയൻ മാഹിറിൻ്റെ ഭാവം മാറിയത് നിങ്ങളൊന്ന് കാണണമായിരുന്നു. അവൻ സീജയെ കൈനീട്ടി അടിച്ചു. ഈ കാണുന്നതൊക്കെ അവനെ ഒറ്റയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയതാണെന്നും ഒരു തരി മണ്ണ് പോലും ഒരുത്തിനും തരില്ലെന്നും നിങ്ങളെ അനിയനെ വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. അറിയോ? എന്തൊക്കെയായിരുന്നു? മാഹിർ കനിവുള്ളവനാണ്, കടയിരിക്കുന്ന സ്ഥലം അവൻ നിങ്ങൾക്ക് തരും. ഇതൊക്കെ കിനാവ് കണ്ട് ഇരിപ്പല്ലായിരുന്നോ? ഒന്നും നടക്കാൻ പോണില്ല. അവനെ ഇപ്പോൾ പഴയ മാഹിറല്ല. അവൻ എന്തൊക്കെ കരുതി കൂട്ടി നാട്ടിലേക്ക് വന്നതാണെന്നാ എനിക്ക് തോന്നുന്നത്. ലബീബ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ സക്കീറിനോട് വിസ്തരിച്ച് പറഞ്ഞു. സക്കീറാണെങ്കിൽ എല്ലാം കേട്ട് തരിച്ചിട്ട് നിൽപ്പാണ്. എല്ലാത്തിനും കാരണം ആ സുറുമയാ. ഓൾ എന്തൊക്കെ പറഞ്ഞ് ആ മാഹിറെ മാറ്റിയെടുത്തതാ. തങ്കം പോലെയുള്ള ചെറുക്കനായിരുന്നു. കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെയുള്ളവരാണ് ആ എരണം കെട്ട പെണ്ണ് ഇച്ചയിലേക്ക് മാറ്റിയെടുത്തത്. എന്നിട്ടിപ്പോൾ എന്താ ഓലൊരു ചിരിയും കൊഞ്ചലും? ഓനെ എങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടല്ലോ നടപ്പ്. ഇന്ന് ഉച്ചയ്ക്ക് താൻ കൺമുമ്പിൽ കണ്ട തന്നിൽ അസൂയ നിറച്ച രംഗങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് പറഞ്ഞു ലബീബ. എന്നാലും മാഹിർ അങ്ങനെ പറഞ്ഞാ? സക്കീറിന് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. അവൻ ആ വാക്കുകളിൽ തന്നെ കുരുങ്ങിക്കെടുപ്പായിരുന്നു. എന്തേ, നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ആയില്ലെച്ചാൽ നിങ്ങളെ ഉമ്മയും പെങ്ങന്മാരൊക്കെ അപ്പുറത്തെ പട്ടിണ സമരം നടത്തുന്നുണ്ട്. അവരോട് പോയി ചോദിച്ചു നോക്ക്, എന്താണ് ഉണ്ടായതെന്ന് അവർ പറഞ്ഞു തരും. ലബീബ ചുടിച്ചു. നിങ്ങൾ എന്തായാലും മാഹിറിനോടൊന്ന് സംസാരിക്കണം. അവൻ്റെ മൂത്ത ജ്യേഷ്ഠനില്ലേ? നിങ്ങൾ പറഞ്ഞ അവൻ തട്ടുമോ? കട ഇരിക്കുന്ന സ്ഥലം എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാൻ നോക്ക്. പിള്ളേരൊക്കെ വളർന്നു വരുവാണ്. ആ കടയിൽ നിന്നുള്ള വരുമാനമൊക്കെ നിലച്ചാലേ നമ്മളാകെ കഷ്ടത്തിലായി പോവും. ലബീബ ഓർമ്മിപ്പിച്ചു. ഞാൻ ചോദിക്കണോ?
സക്കീറിനെന്തോ ഒരു മടി പോലെ. ഇനി സുറുമി എങ്ങാനും തൻ്റെ കാര്യം അവനോട് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മാഹിറിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കും? അല്ലെങ്കിൽ ഇപ്പോൾ അവൻ്റെ കൺമുന്നിൽ പെടാതെ ഒഴിഞ്ഞു മാറി നടപ്പാണ്. പകല് വീട്ടിലേക്ക് അധികം വരാത്തതുപോലും മാഹിറിൻ്റെ മുൻപിൽ ചെന്ന് പെടുമ്പോഴുള്ള വല്ലായ്മ ഓർത്താണ്. ചോദിക്കാതെ പിന്നെ നിങ്ങളെ കാര്യം നിങ്ങൾ തന്നെ പറയണ്ടേ? ലബീബ കണ്ണുരുട്ടി. ആ, ഞാൻ ചോദിച്ചോളാം. കട ഇരിക്കുന്ന സ്ഥലം അവന് എനിക്കെന്നെ തരും. ഇന്ന് വരെ അവനെന്നോട് 1 രൂപ പോലും വാടകയായി ചോദിച്ചിട്ടില്ലല്ലോ. കച്ചവടം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൻ ആ സ്ഥലം മേടിച്ചത്. അതെന്തായാലും എനിക്കെന്നെ തരും, സക്കീർ ഉറപ്പോടെ പറഞ്ഞു. ആ, കിട്ടിയാൽ നല്ലത് എന്നും പറഞ്ഞവൾ ഷെൽഫിനടുത്തേക്ക് നടന്നു. സാധാരണ കിടക്കും മുമ്പ് കുളിയൊന്നും പതിയില്ല. മേലനങ്ങാത്തത് കൊണ്ട് അധികം വിയർക്കാറില്ല. ചെറുതാ മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രേ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇന്നിപ്പോൾ സക്കീർക്ക മുഖത്ത് നോക്കി വിയർപ്പ് നാറുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് കരുതി. ഞാനൊന്ന് കുളിച്ചിട്ട് ഇപ്പോൾ വരാട്ടോ. സക്കീർക്ക ഉറങ്ങിയേക്കരുത്. ബാത്റൂമിലേക്ക് പോകും മുമ്പേ അവനെ ഒന്ന് ചൂന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ലബീബ എന്നും അങ്ങനെയാണല്ലോ. പിള്ളേരെ ഉറക്കി താൻ വരുമ്പോഴേക്കും ക്ഷീണമാണെന്ന് പറഞ്ഞ് ഉറങ്ങിക്കളയും. പഴയതുപോലെ സ്നേഹവുമില്ല, അടുപ്പവുമില്ല. ആൾക്ക് തന്നോടെന്തോ ഇഷ്ടക്കുറവുള്ളതുപോലെ തോന്നും. അത് തന്നെ സംശയമാണോ എന്തോ. ലബീബ ബാത്റൂമിലേക്ക് കയറി കൊളുത്തിട്ടു. അവൾ പോയെന്ന് ഉറപ്പ് വരുത്തിയതും സക്കീർ ഫോണെടുത്ത് കട്ടിലേക്ക് ചാഞ്ഞു. ഹലോ മുത്തേ, എവിടെ പോയോ? ഞാനൊരു മുത്ത ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, വരുമ്പോൾ എടുത്തോളൂ കേട്ടോ. വാട്സാപ്പിൽ അങ്ങനെ ഒത്തിരി പഞ്ചാര മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. മെസ്സേജ് വായിച്ചതും സക്കീറിൻ്റെ ദേഹമൊന്ന് തനിച്ചുണർന്നു. പോയിട്ടൊന്നുമില്ല മോളെ, ഇടയ്ക്ക് ആ പിശാച് കയറി വന്നു. അവൾക്കൊരു സംശയത്തിന് ഇടം കൊടുക്കണ്ടല്ലോ എന്ന് കരുതി ഫോൺ ഞാൻ മാറ്റി വെച്ചതാ. സക്കീർ കാമുകയ്ക്കൊരു വോയിസ് അയച്ച് സെൻഡ് ചെയ്യും മുമ്പേ ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് ലബീബ പുറത്തേക്ക് വന്നു. അവളെ കണ്ടതും സക്കീറിൻ്റെ മുഖം കടലാസ് പോലെ വിളറി. ഭർത്താവിൻ്റെ മുഖത്തെ പതർച്ച കണ്ട് ലബീബയുടെ നെറ്റിയൊന്ന് ചുരുങ്ങി. അവൻ ആരോടെ മിണ്ടുകയായിരുന്നുവെന്ന് മനസ്സിലായിരുന്നെങ്കിലും അവൻ എന്താണ് പറഞ്ഞതെന്ന് ലബീബ വ്യക്തമായി കേട്ടതുമില്ല. ഒരു നിമിഷത്തേക്ക് അവളുടെ കാലുകൾ സ്റ്റക്കായിപ്പോയി. ലബീബ വല്ലതും കേട്ടിട്ടുണ്ടാവോ? ഏയ്, അതിന് താൻ പതുക്കെയല്ലേ പറഞ്ഞത്. കുറച്ചെന്തെങ്കിലും കേട്ടാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ആ പൊട്ടിക്കില്ല. നിന്റെ കൂടെ ഇത്ര വേഗം കഴിഞ്ഞോ? പതർച്ച മറച്ചു വെച്ച് ഗൗരവം വീണ്ടെടുത്തവൻ പറഞ്ഞു. ഞാൻ തോർത്തെടുക്കാൻ മറന്നു എന്നും പറഞ്ഞ് അവനെ ഒന്ന് ചൂന്ന് നോക്കിയവൾ അഴയിൽ വിരിച്ചിട്ട തോർത്തെടുത്ത് വീണ്ടും ബാത്റൂമിലേക്ക് തന്നെ കയറി ഡോറടച്ചു. സംശയത്തിൻ്റെ തീപ്പൊരി ഹൃദയം തൊട്ടതുകൊണ്ടാവാം അവൾ ആ ഡോറിലേക്ക് കാത് ചേർത്ത് വെച്ചെങ്ങനെ അനങ്ങാതെ നിന്നത്. ഇല്ല, ശബ്ദം കേൾക്കുന്നില്ല. എല്ലാം തൻ്റെ തോന്നലാവുമെന്ന് പറഞ്ഞു പഠിക്കുമ്പോഴും എന്തിനോ തൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നത് ലബീബ അറിഞ്ഞു. സുറുമി ഷെൽഫിൽ നിന്ന് നേരത്തെ അലക്കി മടക്കി വെച്ചൊരു ബെഡ്ഷീറ്റ് എടുത്ത് ബെഡിൽ വിരിച്ചിട്ടു. മാഹിർ ആരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ജനാലക്കടുത്ത് നിൽക്കുന്നുണ്ട്. ഗൾഫിലെ ഏതോ സുഹൃത്തിനെയാണ് വിളിക്കുന്നതെന്ന് അവൻ്റെ സംസാരത്തിൽ നിന്നും സുറുമി ഊഹിച്ചിരുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ടുമ്മ. ഹാലമോൾ കോട്ടുവായിട്ട് സുറുമിയുടെ പുറകെ നടക്കുന്നുണ്ട്. വാ, ഉമ്മ മോളെ ഉറക്കിത്തരാം എന്നും പറഞ്ഞ് സുറുമി മോളെ കട്ടിലിൻ്റെ അരികിലേക്ക് കിടത്തി. പുതപ്പെടുത്ത് പുതപ്പിച്ച് അവളും കൂടെ കിടന്നു. അപ്പോഴേക്കും ഫോണിലെ സംസാരം അവസാനിപ്പിച്ച് മാഹിർ അങ്ങോട്ട് വന്നു. ഉപ്പ വന്നതും ഉറക്കം തൂന്നിക്കിടന്ന പെണ്ണ് തുള്ളിച്ചാടി എഴുന്നേറ്റു. ആഹാ, ഉമ്മയും മോളും എന്നെ കൂട്ടാതെ ഉറങ്ങാൻ പോവാണോ? ഞാൻ ഉപ്പാൻ്റെ കൂടെ കിടക്കുന്നത്. ഒരു നിമിഷം കൊണ്ടവൾ ഉപ്പക്കുട്ടിയായി മാഹിറിൻ്റെ അടുത്തേക്ക് ചാടി. മാഹിർ മോളെ എടുത്തുകൊണ്ട് ബെഡിലേക്കിരുന്നു. അമ്പടി, ഇപ്പം നിനക്ക് ഉമ്മച്ചിനെ വേണ്ടാതായില്ലേ? ഇത്രയും ദിവസം ഉമ്മയില്ലടി നിന്നെ ഉറക്കിയത്. പെണ്ണിൻ്റെ തുടയിൽ ചെറിയൊരു അടി വെച്ച് കൊടുത്തുകൊണ്ട് കപടനേശം തഴിച്ചു സുറുമി. ആ, ഇനി ഉമ്മച്ചി ഞങ്ങൾക്ക് വേണ്ട. നീ എൻ്റെ മോളെ ഇങ്ങനെ തല്ലിയല്ലേ ഉറക്കുന്നത്? ഇനി എൻ്റെ കുഞ്ഞിനെ ഉപ്പ നല്ല ഒന്നാമതൊരു കഥ പറഞ്ഞു കൊടുത്തിട്ട് ഉറക്കാൻ പോവാണ് അല്ലേ മോളെ? മാഹിർ ബെഡിൽ മലർന്നു കിടന്ന് മോളെ നെഞ്ചിലേക്ക് കയറ്റിയിരുത്തി. ഒരു ലുങ്കിത്തുണിയും ബനിയനുമാണ് അവൻ്റെ വേഷം. പഴയതാണ്, പുതിയതൊന്നും അവൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എന്ന നാട്ടിൽ വന്നപ്പോൾ എടുത്തതാണ്. ബനിയൻ അല്പം ടൈറ്റാണ്. അവനങ്ങ് പോയാൽ ആനുമ്മ അവൻ്റെ പുതിയ ഡ്രസ്സെല്ലാം എടുത്ത് മക്കൾക്കോ മരുമകൾക്കോ എടുത്തു കൊടുക്കുകയാണ് പതിവ്. കഴിഞ്ഞ തവണ സുറുമി അവൻ്റെ 2-3 ഡ്രസ്സ് എടുത്ത് ആനുമ്മ കാണാതെ മാറ്റി വെച്ചിരുന്നു. വേറൊന്നിനുമില്ല, അവൾക്ക് നോക്കിയിരിക്കാൻ. രാത്രി അവൾക്ക് കെട്ടിപ്പിടിച്ചുറങ്ങാൻ, ആരും കാണാതെ മുത്തം കൊണ്ട് മൂടാൻ. അവൻ പോകുന്ന ദിവസം ഇട്ട ഷർട്ട് അലക്കുക പോലും ചെയ്യാതെയാണ് അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്. വിയർപ്പിൻ്റെയും അവനുപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെയും ഗന്ധമുള്ള ഷർട്ട് മണക്കുമ്പോൾ അവൻ അരികത്തുള്ളത് പോലെ തോന്നും അവൾക്ക്. ഓ പിന്നെ, ഒരു ഉപ്പയും മോളും
ഇനി എന്നോട് മിണ്ടാൻ നിങ്ങളിങ്ങ് വാ. സുറുമി കള്ളപ്പിണക്കത്തോടെ മുഖം വീർപ്പിച്ച് തിരിഞ്ഞു കിടുന്നത് കണ്ട് ഹാലമോൾക്ക് വല്ലാതെയായി. അവളുടെ മുഖത്തെ ആ ചിരി അങ്ങ് വാടി. ഉപ്പയോളം സുറുമിയും അവൾക്ക് പ്രിയപ്പെട്ടതാണല്ലോ. ഉമ്മച്ചിനോട് മോള് പിണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, സുറുമിയെ ഒന്ന് തോണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞവൾ. ഓ, ഞാൻ നിങ്ങളോട് പിണങ്ങിയിട്ടുണ്ട്. സുറുമി അങ്ങനെ തന്നെ കിടന്നു. വ്യസനത്തോടെ ചുണ്ടു പിളർത്തി ഹാല ഉപ്പയെ നോക്കി. മാഹിർ അവളുടെ കാതോരം എന്തോ സ്വകാര്യം പറഞ്ഞതും പെണ്ണിനെ മുഖം വിടർന്നു. അവൻ ആ പറഞ്ഞതിന് സമ്മതമെന്ന പോലെ പൊട്ടിച്ചിരി വന്ന കുഞ്ഞിക്കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചവൾ തലനക്കി. ആഹാ, നീ ഞങ്ങളോട് പിണങ്ങോ? എന്നാൽ അതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ് അവരുപ്പയും മോളും സുറുമയെ ഇക്കളിയിട്ട് ചിരിപ്പിക്കാൻ തുടങ്ങി. ദേ മാഹിക്ക, വേണ്ടട്ടോ. സുറുമി പുളഞ്ഞു. ഒടുവിൽ കള്ളപ്പിണക്കം വെടിഞ്ഞ് തോൽവി സമ്മതിച്ചവൾ പൊട്ടിച്ചിരിച്ചു. മാഹിർ ആ രണ്ട് പെണ്ണുങ്ങളെയും ഇറുക്കെ കെട്ടിപ്പിടിച്ചു. ഹാലയും സുറുമിയും അവൻ്റെ ഇരു കവിളിലും ഉമ്മ വെച്ചു. ആ 3 പേരുടെയും മനം നിറഞ്ഞു തുളുമ്പിയ നിമിഷമായിരുന്നു അത്. ഉപ്പച്ചി എനിക്ക് കഥ പറഞ്ഞു തന്നില്ല. പെണ്ണിൻ്റെ ഉറക്കമൊക്കെ പമ്പ കടന്നിരുന്നു. കഥയോ? ഇനി കഥ നാളെ പറഞ്ഞാൽ മതിയോ? മാഹിർ ക്ഷീണം ബാധിച്ചവനെ പോലെ ചോദിച്ചു. പോരാ, ഇപ്പോൾ തന്നെ പറയണം. പെണ്ണ് വിടുന്ന ഭാവമില്ലെന്ന് കണ്ടതും മാഹിർ കഥ ഉണ്ടാക്കി പറയാൻ തുടങ്ങി. ഇടയ്ക്ക് കുഞ്ഞു കാണാതെ അവൻ്റെ കൈ സുറുമയെ തേടി എത്തി വേണ്ടാത്തിടത്തിട്ട് തൊട്ടും തലോടെയും കുസൃതി കാണിക്കുന്നുണ്ട്. 1 അല്ല 2 അല്ല 4, 5 കഥ പറഞ്ഞിട്ടും പെണ്ണിന് മതിയാവുന്നില്ല. മാഹിർ സുറുമയെ ദയനീയമായൊരു നോട്ടം നോക്കി. ഹോ, മോളോട് വലിയ വീരവാദം മുഴക്കിയതായിരുന്നല്ലോ. ഉപ്പ പറഞ്ഞു കൊടുക്ക്. സുറുമി ചിരിച്ചു. മാഹിർ അവളുടെ ഉടുപ്പിലൊന്ന് നുള്ളി. ഇനി കഥയ്ക്ക് നാളെ. നേരം 12 മണിയായി. വേഗം ഉറങ്ങിക്കേ. നീ ഉറങ്ങിയിട്ട് വേണം ഉമ്മച്ചിക്കുട്ടിക്കൊരു കഥ പറഞ്ഞു കൊടുക്കാൻ. അവസാന വാക്കുകൾ സുറുമിക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ അവളുടെ കാതോരം എന്നാണ് അവൻ പറഞ്ഞത്. മാഹിർ കുറേ നേരം പരിശ്രമിക്കേണ്ടി വന്നു ആ കുട്ടി കുറുമ്പയെന്ന് ഉറങ്ങിക്കിട്ടാൻ. അവൻ്റെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടന്നാണ് ഹാല ഉറങ്ങിയത്. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായതും സുറുമി കുഞ്ഞിനെ എടുത്ത് ബെഡിൽ അരികിലേക്ക് കിടത്തി പുതപ്പെടുത്ത് നെഞ്ചുവരെ പുതപ്പിച്ചു കൊടുത്തു. ആ കുഞ്ഞു നെറ്റിയിൽ വാത്സല്യം നിറച്ചൊരു മുത്തം കൂടി കൊടുത്താണ് അവൾ പിന്മാറിയത്. തിരിഞ്ഞു നോക്കിയതും കണ്ടു കയ്യിൽ തല ചേർത്ത് വെച്ച് ചെരിഞ്ഞു കിടന്ന് തന്നെ കണ്ണു ചിമ്മാതെ നോക്കിക്കിടക്കുന്നവനെ. ആ കണ്ണുകളിലെ കുസൃതി കണ്ട് സുറുമിക്ക് ആകെ ഒരു പരിഭ്രമം തോന്നി. വിവാഹം കഴിഞ്ഞ് 3 മാസമേ അവനെങ്ങനെ അടുത്തുണ്ടായിട്ടുള്ളൂ. ലീവ് തീർന്ന് ഗൾഫിലേക്ക് പോയതിൽ പിന്നെ ഫോൺ വിളിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളെ വശം കൊടുത്താറുണ്ടെങ്കിലും അവനിത്ര അടുത്ത് ഇങ്ങനെ നോക്കിക്കിടക്കുമ്പോൾ സുറുമിക്ക് ആകെ ഒരു നാണം തോന്നി. എന്താ ഇങ്ങനെ നോക്കണേ? അവൾ പിരികുമുയർത്തി ചോദിച്ചു. വെറുതെ. അവൻ കണ്ണ് ചിമ്മിക്കാണിച്ചു. പിന്നെയും അതേ നോട്ടം. ആ നോട്ടം പോലും അവളുടെ ഹൃദയത്തെ തരളിതയാക്കുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? അവൻ്റെ നോട്ടത്തെ നേരിടാൻ കഴിയാതെ ചോദിച്ചു സുറുമി. വേണ്ട, ഞാൻ നിന്നെ ഒന്ന് കണ്ണ് നിറച്ച് കണ്ണോട്ടെ പെണ്ണെ. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിടുന്നതിനൊപ്പം പറഞ്ഞവൻ. സുറുമിയുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് വന്നമർന്നു. അവളുടെ തലയിൽ അലസമായി കിടന്നിരുന്ന തട്ടം അവൻ എടുത്ത് നിലത്തേക്കിട്ടു. വെറുതെ കെട്ടിവെച്ചിരുന്ന നീണ്ട ചുരുണ്ട തലമുടി ഊർന്നു വീണ് അവൻ്റെ കഴുത്തിലും നെഞ്ചിലുമായി പരന്നു കിടന്നു. സുറുമി മുഖമുയർത്തി അവനെ നോക്കി. പിടക്കുന്നൊരു നോട്ടം. അവളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കിടത്തിയ ശേഷം മാഹിറിൻ്റെ മനസ്സിലേക്ക് സുൽത്താനയുടെ മുഖം ഓടിയെത്തി. അന്നവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ കണ്ടത് തൻ്റെ നഗ്നമായ നെഞ്ചിൽ സുൽത്താന ഇതുപോലെ മുഖം ചേർത്ത് വെച്ച് കിടക്കുന്നതായിരുന്നല്ലോ. അവൻ്റെ ഉടലൊന്ന് വിറച്ചു. ആ ഓർമ്മ വീണ്ടും ഉള്ളത്തെ കുത്തി നോവിക്കാൻ തുടങ്ങിയതും അവനൊരു നിമിഷത്തേക്ക് പ്രതിമ പോലെ നിശ്ചലമായി. നോട്ടം അവളിലായിരുന്നുവെങ്കിലും മനസ്സ് മറ്റേത് ലോകത്തായിരുന്നു. മരവിച്ചൊരു കിടപ്പ്. അവൻ്റെ പെട്ടെന്നുണ്ടായ ഭാവമാറ്റം കണ്ട് സുറുമിയും അമ്പരന്നു. മാഹിക്ക, പെട്ടെന്ന് എന്താ പറ്റിയേ? അവൾ വിളിച്ച് വിളിക്കേട്ട് അവനൊന്ന് നെട്ടി. പിന്നെ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ പെട്ടെന്ന് വേറെന്തെ ഓർത്തു. അവൻ നെറ്റിയിൽ വിരലമർത്തി വല്ലായ്മയോടെ പറഞ്ഞു. CJയെ തല്ലിയ കാര്യം ഓർത്തു കാണുമല്ലേ? സുറുമി ചോദിച്ചു. മാഹിർ ദീർഘനിശ്വാസത്തോടെ ഒന്ന് മൂളി. അവനുള്ളിൽ ഇപ്പോൾ ഒരു പുകച്ചിലായിരുന്നു. ഇനി ഒരിക്കലും സുറുമിയെ തനിക്ക് പഴയതുപോലെ സ്നേഹിക്കാനോ സന്തോഷിപ്പിക്കാനോ കഴിയില്ലെന്ന് മനസ്സിൻ്റെ ഒരു പാതി ഭീതിയോടെ ഉണർത്തുമ്പോൾ ആ നശിച്ച ഓർമ്മകളെ മറവിക്ക് വിട്ട് അവൻ എൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിക്കുമെന്ന് മറുപാതി വാദിച്ചു. ഇനി അതൊന്നും ഓർക്കണ്ട. അവരുടെയൊക്കെ സ്വഭാവം ഇപ്പോഴെങ്കിലും ഇക്കാക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണ് എൻ്റെ മാഹിക്ക അവരേക്ക് നോക്കിയത്? എന്ത് പറഞ്ഞാലും എന്താവശ്യം പറഞ്ഞാലും നടത്തി കൊടുക്കുമായിരുന്നില്ലേ? എന്നിട്ട് ഇക്കാക്കൊരു മോശ സമയം വന്നപ്പോൾ അവരുടെയൊക്കെ കോലം മാറിയത് കണ്ടില്ലേ? സഹോദരങ്ങൾ എന്ത് പ്രതിസന്ധിയിൽ ചേർന്ന് നിൽക്കേണ്ടവരല്ലേ? സുറുമി എന്തൊക്കെയോ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു.
നിന്നെ ഞാൻ സ്നേഹിക്കും സുറുമി. എൻ്റെ ഉള്ളിലെ മുറിവ് ഉണങ്ങിയിട്ടില്ലെങ്കിലും നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് പൊതിയും. മാഹിറിൻ്റെ ഉള്ളിൽ ആ പാവം പെണ്ണിനോട് സ്നേഹം തിങ്ങി നിറഞ്ഞു. അവളെ ഒന്ന് ഇറുക്കി കെട്ടിപ്പിടിച്ചു മാഹിർ. പിന്നെ അവളെയും കൊണ്ടുവന്ന് മലക്കം മറഞ്ഞു. സുറുമി, എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്നോ? എൻ്റെ ജീവനേക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതവൻ്റെ ഹൃദയത്തിൽ നിന്നും വന്ന വാക്കുകളായിരുന്നു. അത്രമേൽ പ്രണയത്തോടെ പ്രാണൻ പിടയുന്നത്ര തീവ്രമായിരുന്നു ആ വാക്കുകൾ. ആ ഒരുവൻ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നുവെങ്കിലും അവൻ്റെ നാവിൽ നിന്നത് കേട്ടപ്പോൾ സുറുമിയുടെ കണ്ണുകൾ എന്തിനോ ഈറനായി. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അറിയാതെ ഞാൻ നിന്നോട് വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കില്ലേ മോളെ? അവൻ അവളുടെ കാതോരം ചുണ്ടമർത്തി ചോദിച്ചു. ഒരു നിമിഷത്തേക്ക് അവളൊന്ന് മൗനമായി. മനഃപൂർവ്വം എൻ്റെ ഇക്ക ഒരിക്കലും എന്നെ വേദനിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ ക്ഷമിക്കുന്ന കാര്യം, തെറ്റ് പറ്റാത്ത മനുഷ്യരുണ്ടോ ഇക്ക? ചെയ്ത തെറ്റിനെ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തൗബ ചെയ്തു മടങ്ങിയാൽ പടച്ചവൻ പോലും നമുക്ക് പുറത്തു തരും. പിന്നെ എൻ്റെ പ്രാണൻ്റെ പാതിയായ നിങ്ങളോട് ക്ഷമിക്കാൻ ഈ സുറുമിക്കെന്താ പ്രയാസം? സുറുമി അവൻ്റെ തലമുടിയിലൂടെ പതിയെ തലോടിയിട്ടാണ് അത്രയും പറഞ്ഞത്. മാഹിറിൻ്റെ കണ്ണുകൾ നനഞ്ഞ് അവളുടെ കഴുത്തിലൂടെ പടർന്നു. മതി, ഇനിയും അവളോട് സംസാരിച്ചു നിന്ന് പോയാൽ ഈ പെണ്ണിന് മുമ്പിൽ ആ തെറ്റ് ഞാൻ തുറന്ന് പറഞ്ഞു പോകുമെന്ന് അവന് തോന്നി. എടുത്ത തീരുമാനങ്ങളൊക്കെ മറക്കുമെന്ന് അവന് തോന്നി. മാഹിർ അവളുടെ കാതോരം നേർത്ത ശ്വാസം പോലെ എന്തേ ചോദിച്ചു. 4 വർഷത്തിന് ശേഷം ഒരു ഒത്തുചേരലിനുള്ള സമ്മതം. നാണം കൊണ്ടോ പരിഭ്രമം കൊണ്ടോ സുറുമിക്ക് വാക്കുകൾ വന്നില്ല. സുറുമി സമ്മതമെന്നോണം ഒന്ന് മൂളിയതും അവൻ അവളിലേക്ക് ആക്രാന്തത്തോടെ പടർന്നു കയറി. ഇരുവരുടെയും വിയർപ്പ് കലർന്നൊഴുകി. ഒടുവിൽ ഒരു കുളിർമഴ പോലെ അവളിലേക്ക് പെയ്തിറങ്ങി. തളർച്ചയോടെ തൻ്റെ മാറിലേക്ക് വീണവനെ സുറുമി അത്രമേൽ ഇഷ്ടത്തോടെ ചേർത്ത് പിടിച്ചു. എൻ്റെ ഇക്കാൻ്റെ നെഞ്ചിൽ ഇങ്ങനെ തല ചേർത്ത് ഈ ഹൃദയതാളം കേട്ടങ്ങനെ കിടക്കാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചു എന്ന് അറിയുമോ? സുറുമി അവൻ്റെ വിരിഞ്ഞ നെഞ്ചിൽ ഇരുവരുടെയും പേരെഴുതി മായ്ച്ചു കൊണ്ട് ചോദിച്ചു. എനിക്കും പൂതിയുണ്ടായിരുന്നോടി എൻ്റെ തത്തമ്മ പെണ്ണിനെ ഇങ്ങനെ ഇറുക്കി കെട്ടിപ്പിടിച്ച് കിടക്കാൻ. ആണോ? അവൾ കൗതുകത്തോടെ തിരക്കി. നിന്നെ കെട്ടിപ്പിടിച്ചിറങ്ങാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തലയണ നീയാണെന്ന് സങ്കല്പിച്ച് ഇറുക്കി കെട്ടിപ്പിടിച്ചങ്ങ് കിടക്കും. ഇടയ്ക്ക് ഉമ്മയും കൊടുക്കും, ഇടയ്ക്കിതുപോലെ ഓരോ നുള്ളും എന്ന് പറഞ്ഞവൻ അവളുടെ ഇടുപ്പിലൊന്ന് നുള്ളി. സുറുമി ആ കിടപ്പിലൊന്ന് തുള്ളിപ്പിടഞ്ഞു. പാവം തലയണ, നിങ്ങളതിനെ വേറെ ഒന്നും ചെയ്യാത്തത് ഭാഗ്യം. സുറുമി ചിരിച്ചു. അവൻ എന്തൊക്കെയോ സംസാരിച്ച് കുറേ നേരം അങ്ങനെ കിടന്നു. അത്രമേൽ മനോഹരമായ നിമിഷങ്ങളായിരുന്നു അത്. സക്കീറിൻ്റെ കാര്യം പറയാൻ ഇതാണ് പറ്റിയ അവസരമെന്ന് സുറുമിക്ക് തോന്നി. മാഹിക്ക, ഞാനൊരു കാര്യം പറയട്ടെ? സുറുമി അവൻ്റെ നെഞ്ചിലെ കുഞ്ഞു രോമത്തിൽ പതിയെ നുള്ളിക്കൊണ്ട് ചോദിച്ചു. പറ. നിങ്ങളത് കേട്ട് പൊട്ടിത്തെറിക്കരുത്. ചാടിക്കയറി ആരോടും ദേഷ്യപ്പെടാനും പോകരുത്. മയത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. മുൻകൂർ ജാമ്യം എടുത്തിട്ട് കാര്യം അവതരിപ്പിച്ചാൽ വലിയ കുഴപ്പമില്ലല്ലോ. മാഹിറിൻ്റെ കണ്ണുകളൊന്ന് കൂർത്തു. ഈ വണ്ടിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഏകദേശം ഒരു ധാരണ അവനുണ്ടായിരുന്നു. നീ ആദ്യം കാര്യം പറ പെണ്ണേ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ശബ്ദത്തിൽ അല്പം ഗൗരവമൊക്കെ വന്നിരുന്നു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പിന്നെ പറഞ്ഞോളാം. നേരെ ഒത്തിരി ആയില്ലേ, നമുക്ക് ഉറങ്ങാം. അവൻ്റെ സ്വരം മാറിയതും അവൾ പെട്ടെന്ന് പറഞ്ഞു. അത് പറ്റില്ല. നീ പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ടേ നമ്മളിന്ന് ഉറങ്ങുന്നുള്ളൂ. മാഹിർ അവളെ വിടാൻ ഭാവമില്ലാതെ പറഞ്ഞു. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ എൻ്റെ ഇക്ക ചിലപ്പോൾ വേദനിക്കും, വിശ്വസിക്കാൻ പ്രയാസം തോന്നും, ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നാം. ഇത് അങ്ങോട്ട് തന്നെ, മാഹിർ ഒരപ്പിച്ചു. നീ അവിടെ ഇവിടെ തൊടാതെ ഓരോന്ന് പറഞ്ഞു വെച്ചിട്ട് മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ സുറുമി. നിങ്ങളിന്ന് എന്നോട് ചോദിച്ചില്ലേ ഞാൻ നിൻ്റെ പിറകിൽ കൂടി വന്ന് പുണർന്നപ്പോൾ നീ എന്തിനാണ് നെട്ടിയതെന്ന്? നീ ഇവിടെ മറ്റാരെയെങ്കിലും ഭയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ഞാൻ ഒരാളെ ഭയക്കുന്നുണ്ട്. സുറുമി പറഞ്ഞു നിർത്തി. മാഹിർ ഒന്നും മിണ്ടിയില്ല. അവൾ മനസ്സ് തുറക്കട്ടെ എന്ന് കരുതി. ആരെയാണെന്ന് ഇക്കാക്ക് അറിയണ്ടേ? നിങ്ങളെ മൂത്ത ജ്യേഷ്ഠൻ സക്കീർക്ക. ഇക്ക ഇവിടെ ഇല്ലാത്ത സമയം ആളുടെ ഒരുമാതിരി വഷളം നോട്ടവും ദേഹത്ത് തട്ടിയും മുട്ടിയുള്ള നടപ്പും. ആദ്യം എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. നിങ്ങളെ ഇക്കാക്ക് എൻ്റെയോ ഇക്കയല്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ എൻ്റെ വിശ്വാസം തെറ്റായിരുന്നു. മുറിവാതിൽ കുറ്റിയിടാൻ മറന്ന് ഉറങ്ങിപ്പോയ ദിവസം ആദ്യമായി എൻ്റെ ഉള്ളിൽ സംശയം തോന്നിയത്. എന്തോ ഒരു ശബ്ദം കേട്ട് കണ്ണു തുറന്ന ഞാൻ ആരും മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് കണ്ടത്. വീട്ടിൽ ആരുമില്ലാത്തൊരു ദിവസം അയാളെൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, അയാളുടെ കൂടെ കിടക്കാവോ എന്ന്.
ഗൾഫിലുള്ള നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ തമ്മിലുള്ള അവിഹിതം അറിയാൻ പോകുന്നില്ലെന്നും അയാൾ പറയും പോലെയൊക്കെ ചെയ്താൽ എന്നെ പൊന്നുപോലെ നോക്കിക്കോളാമെന്നും ആ ദുഷ്ടൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു മാഹിക്ക. അത് പറയുമ്പോൾ ആ നിമിഷം സുറുമയുടെ ഉടൽ വിറക്കുന്നത് മാഹിർ അറിഞ്ഞു. അതൊക്കെ കേട്ട് ഞാനാകെ തരിച്ചുപോയി. അക്കാര്യം മായ്ക്കാനോട് എങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ അയാൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. കണ്ണിൽ ചോരയില്ലാത്തവൻ. എന്നിട്ടും ഞാനിതൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അന്ന് നിങ്ങളോടത് പറയാൻ തുടങ്ങിയപ്പോഴാണ് എപ്പോഴും പരാതിയും പരിവും മാത്രമേ ഞാൻ പറയൂ എന്ന് പറഞ്ഞ് നിങ്ങളെന്നോട് വഴക്കിട്ട് ഫോൺ വെച്ചത്. അന്നൊക്കെ ഞാനിവിടെ മെഴുകുതിരി പോലെ ഉരുകിത്തീരുകയായിരുന്നു, ഒന്നും ആരോടും പറയാൻ കഴിയാതെ. സുറുമ അന്ന് അനുഭവിച്ച നോവെത്രയും തുറന്നു പറഞ്ഞു. ഇരുട്ടിൽ മാഹിറിൻ്റെ മുഖം അവൾക്ക് വ്യക്തമാകുന്നില്ലെങ്കിലും നെട്ടലിനൊപ്പം ആ മുഖത്ത് ദേഷ്യവും പകയും നിറഞ്ഞു കാണുമെന്ന് സുറുമ ഊഹിച്ചു. ഇക്കാര്യം ഈ വീട്ടിലുള്ള മറ്റാരോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? മാഹിർ മുറുകിയ ശബ്ദത്തിൽ ചോദിച്ചു. നിങ്ങളുടെ ഉമ്മാക്കെല്ലാം അറിയാം. എനിക്കും കുഞ്ഞിനും പനി പിടിച്ച സമയത്ത് ഞങ്ങൾക്ക് കൊറോണയാവുമെന്ന് കരുതി നിങ്ങളുടെ ഉമ്മ ഞങ്ങളൊരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പനിച്ച് തളർന്ന് ഞാനും കുഞ്ഞും കിടക്കുന്ന റൂമിലേക്ക് രാത്രി ഭാര്യയെ ഉറക്കി കിടത്തിയ ശേഷം അയാൾ കയറി വന്നു. ആ അവസ്ഥയിലും കുഞ്ഞിനെ പെട്ടെന്ന് ഉറക്കി കിടത്തിയിട്ട് അയാളുടെ കഴുപ്പ് തീർത്തു കൊടുക്കാൻ അയാളെന്നെ നിർബന്ധിച്ചു. ഒരു വിധത്തിലും വഴങ്ങില്ലെന്ന് കണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി. ശബ്ദം കേട്ട് ആനിമ പെട്ടെന്ന് അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെയും കുഞ്ഞിനെയും ഉപദ്രവിച്ചേനെ. എല്ലാം കേട്ട് കയറി വന്ന നിങ്ങളുടെ ഉമ്മ അന്ന് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? അയാളെന്നെ തേടി വരാൻ കാരണം എൻ്റെ സ്വഭാവം കൊണ്ടാണെന്ന്, ഞാൻ ആണുങ്ങളെ മയക്കാൻ മിടുക്കിയാണെന്ന്. നിങ്ങളെ മയക്കിയതുപോലെ അയാളും ഞാൻ. ബാക്കി പറയാൻ കഴിയാതെ തേങ്ങലോടെ സുറുമി അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി. മാഹിർ നുരഞ്ഞുയരുന്ന ദേഷ്യത്തെ അടക്കാൻ കൈ മുഷ്ടി ചുരുട്ടി. എല്ലാം അവനറിഞ്ഞ കാര്യങ്ങളാണ്. എങ്കിലും തൻ്റെ പെണ്ണ് അനുഭവിച്ച അതേ തീവ്രതയോടെ അവളത് പറയുമ്പോൾ ദേഷ്യം കൊണ്ടവൻ്റെ നാഡീനരമ്പുകൾ പിടഞ്ഞുയരുന്നുണ്ട്. ആനമ്മ മാത്രമല്ല, ലബീബത്തിയോട് ഞാൻ ഇതിനെക്കുറിച്ച് സൂചന നൽകിയതാ. അന്നും അവരെല്ലാം കൂടി വാദിയെ പ്രതിയാക്കി കളഞ്ഞു. എന്നെ വിശ്വസിക്കാൻ ഒരാളും തയ്യാറായില്ല. തെറ്റ് ചെയ്ത അയാൾ അവരുടെ കണ്ണിൽ പുണ്യാളൻ. അത് ചൂണ്ടിക്കാണിച്ച ഈ സുറുമി പിഴച്ചോളും. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.